നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് വിശ്വാസഗ്രഹണത്തിൽ വളർച്ച. വിശ്വാസഗ്രഹണം. വീണ്ടും നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. പിന്നെ അതിൻ്റെ മാർജിനിലുള്ള പാരഗ്രാഫുകളിലേക്ക് നമ്മൾ പോകും. വിശ്വാസഗ്രഹണം എന്ന് പറയുമ്പോൾ തന്നെ വലിയ കുറേ ആശയങ്ങളാണ് എൻ്റെ അകത്ത് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, അതാണ് ആദ്യത്തെ പോയിന്റ്. വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി മാതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി, ഇതെല്ലാം രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ ദൈവർഭം, പിന്നെ ഗൗഡിയം എസ്പെക്ട്, ഈ രണ്ട് ഡോക്യുമെന്റിൽ നിന്നാണ് ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി, ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന വിശ്വാസികളുടെ അനുഭവം, അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രായമാവുന്നതനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ആ അനുഭവം വലിയൊരു പാഠമാണ്. അതാണ്, അനുഭവം വലിയൊരു പാഠമാണ്. തുടർന്ന് തിരുവചസ്സുകൾ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. ഇത് വിശുദ്ധ ഗ്രിഗറിയുടെ സഭാപിതാക്കന്മാരിലൊരാളായ വിശുദ്ധ സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന് പറയാം. ഗ്രിഗറി ദ ഗ്രേറ്റ് പറയാണ്, തിരുവചസ്സുകൾ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. നമ്മൾ ചെറുപ്പം മുതലേ വായിക്കുന്ന വചനങ്ങൾ തന്നെയാണ് ഇപ്പോഴും വായിക്കുന്നത്. പക്ഷെ പല വചനങ്ങൾക്കും നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ പണ്ട് വായിച്ചപ്പോഴുള്ള അർത്ഥമല്ല, അത് വളരുന്നു. ഞാനിത് കുറച്ച് മുമ്പ് ഈ ക്ലാസ്സിന് ഒരുക്കമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, നമ്മൾ വചനമാകുന്ന വിത്ത് വിതയ്ക്കണ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സരളമായ ഉദാഹരണം പറയാറുള്ളത് ഒരു ചക്കക്കുരു. ആ ചക്കക്കുരു ചാക്കിലിരിക്കുകയാണെങ്കിൽ അതവിടെ ഇരിക്കും. ആ ചക്കക്കുരു നമ്മൾ മണ്ണിൽ നട്ടാൽ അല്ലോ, കുറച്ച് ദിവസത്തിനകത്ത് അത് മുളയ്ക്കുന്നു, വളരുന്നു, വലുതാവുന്നു. ഈ വിശ്വാസ സംഗ്രഹണത്തിൻ്റെ വളർച്ച അതുപോലെയാണ്. ഈശോയുടെ വചനം, ഈശോ തന്നെയാണ് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ, ഉടനെ ലാംഗ്വേജ് മാറി, അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. ഇതൊക്കെ നമ്മൾ പ്രാവശ്യം പഠിച്ചു. അപ്പോൾ ആ വചനം അവനാണ്, ഒരു വ്യക്തിയാണ്. ഈ ചക്കക്കുരു വളരുന്നു, ആ വചനം വളരുന്നു. വളർന്ന് നമ്മളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. ആ ചക്കക്കുരു അല്ല, ഇപ്പോൾ അത് പ്ലാവായി. ആ പ്ലാവായിട്ട് ഇങ്ങനെ കുറേ നാൾ, അതാണ് ഈശോയുടെ രഹസ്യ ജീവിതം. 30 വർഷം എടുത്തു. 30 വർഷം ഈ ചക്കക്കുരു ഈ ഭൂമിയിൽ വളർന്ന് വലിയ ഒരു പ്ലാവായി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം നോക്കി കാണുന്നു. എന്നാൽ ആരാണിതെന്ന് ആ കാലത്ത് ഒരു മനുഷ്യനും മനസ്സിലായില്ല, മനസ്സിലാക്കിച്ചുമില്ല അദ്ദേഹം. അതാണ് ആ വളർച്ച. അതൊരു കാലഘട്ടം. അത് കഴിഞ്ഞ് ഇതാ ഈ പ്ലാവ് പൂക്കാൻ തുടങ്ങി,
അതിൽ ചക്ക ഉണ്ടാകാൻ തുടങ്ങി. അതാണ് ആ 3 വർഷത്തെ പരസ്യ ജീവിതം. ആളുകളെല്ലാം കാണാൻ തുടങ്ങി. എടാ, ഇതിന്നേ വരെ കാണാത്തൊരു ചക്കയാണല്ലോ, എന്തോ ഒരു വലിപ്പം. പക്ഷേ അതിപ്പോഴും പഴുത്തിട്ടില്ല, പാകമായിട്ടില്ല. അത് കഴിഞ്ഞ് ഇതാ പീഡാസഹനം മരണം ഉയർപ്പ് വന്നപ്പോഴേക്കും ഈ ചക്ക പഴുത്ത് പാകമായി എല്ലാവർക്കും ഫലം കൊടുക്കുന്ന സമയമായി. അതാണ് ഉയർപ്പ്. എല്ലാവർക്കും ഫലം. ഒരാശയമാണിത്. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനം ഇൻകാർണേറ്റ് ആകണം. വിശ്വാസത്തിൻ്റെ സംഗ്രഹണം എന്നുള്ള ഒറ്റ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസ സംഗ്രഹണം എന്ന് പറഞ്ഞാൽ, ഇതിലെ ഒരു ഇംഗ്ലീഷുകാരി എന്നോട് ചോദിച്ചു, എന്താണ് തോമസ് പോളെ ഈ what means incarnating, word incarnating in us? She is getting that message, to be incarnated. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി. അതിൻ്റെ അർത്ഥം, ഈ വചനം, മാംസമായ വചനം നമ്മുടെ ആത്മാവിൽ മാംസമാകണം. അപ്പോൾ ആ വചനം നമ്മളിൽ ഇൻകാർണേറ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തൊരു വചനം ഇതാണ്. മത്തായി 5:43 മുതൽ 48 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ വെറുക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളോട് ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകും. അപ്പോൾ ഇവിടെ ഈ വചനം ഇൻകാർണേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ, ഈ വചനം നമ്മൾ കാണാപ്പാഠം പഠിച്ചു, 1000 പ്രാവശ്യം എഴുതി പഠിച്ചു, അതുകൊണ്ട് അത് ഇൻകാർണേറ്റ് ആയില്ല. ആ വചനത്തിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളുടെ ആത്മാവിലേക്ക് പകർന്ന് നമ്മൾക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ ഉള്ള ഒരു കഴിവ് കിട്ടും. ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ അയൽക്കാരൻ ഒരു ശത്രുവാണ്, നമ്മളോട് വിരോധമുള്ള ഒരാൾ. അയാൾ നമ്മളോട് വിരോധം വെച്ചുകൊണ്ട് വരികയാണ്, നമുക്ക് അയാളോട് ദേഷ്യം വരികയാണ്, അവന് 2 കൊടുക്കണം. പക്ഷെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വചനം മുഴങ്ങുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. ഓ യെസ് യെസ് യെസ്, തീർച്ചയായിട്ടും കർത്താവേ, ഇപ്പോൾ നമ്മൾ ആ വ്യക്തിയോടുള്ള നമ്മുടെ മനോഭാവം കംപ്ലീറ്റ് മാറുന്നു. ആ വ്യക്തിയിൽ ഉള്ള ശത്രുവിനെ ആകുന്ന പാപത്തെ നമ്മൾ തിരിച്ചു മാറ്റുന്നു. ആ വ്യക്തിയാകുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചറിയുന്നു. അവൻ നമ്മളെപ്പോലെയുള്ള ദൈവത്തിൻ്റെ മകനാണ്. പക്ഷെ അവനിൽ ഒരു ശത്രുത എന്ന, വലിയൊരു അഹങ്കാരം എന്ന, അല്ലെങ്കിൽ ഒരു മദ്യപാനം എന്ന ഒരാസക്തി ഉള്ളത് കൊണ്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തിരിച്ച് മനസ്സിലാക്കുന്നു. നമ്മൾ മിണ്ടുന്നില്ല. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഈ വചനം നമ്മളിൽ മാംസമായിരിക്കുന്നത് കൊണ്ട് മിണ്ടുന്നില്ല. മറിച്ച് അവനിൽ ക്രിസ്തുവിനെ കാണുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അവനിലൊരു മാറ്റവും ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാവകാശം നമ്മൾ കാണുന്നു, അവനിലുള്ള ചക്കക്കുരു വലുതായി, അവനിലുള്ള പ്ലാവ് പൂത്തു, അവനിലുള്ള പ്ലാവിലും പഴമുണ്ടാകാൻ തുടങ്ങി. അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം നമ്മൾ കാണുന്നു. ഇപ്പോഴാണ് ദൈവരാജ്യം പടരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു വാട്ട് മീൻസ് ഇൻകാർണേറ്റിംഗ്. എന്നിട്ട് അതിൻ്റെ ഒരു വചനം ഇതാണ്, CCCയിലെ ഇതാണ് 459-60. ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗമാക്കുകളാകാൻ. വചനം ദൈവം തന്നെയാണ്. ആ വചനം നമ്മളിൽ വന്ന്
ദൈവം തന്നെയായ വചനം നമ്മളിൽ വസിച്ച് നമ്മളിൽ ദൈവിക സ്വഭാവമുണ്ടാക്കി ദൈവപ്രകൃതിയിൽ ഭാഗവാക്കുകളാകും. ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെയും, അതാണ് പിന്നെ ആ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഐക്യപ്പെടുന്നതിലൂടെയും ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിന് വേണ്ടിയാണ്. മനുഷ്യനിപ്പോൾ സാധാരണ മനുഷ്യനല്ല, അവൻ ദൈവമക്കളാണ്, ദൈവപുത്രനാണ്. എന്താ ദൈവപുത്രൻ്റെ സ്വഭാവം? ദൈവപുത്രൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയാണത്. നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടെ നിന്ന് മനുഷ്യനായി. അതിന് ഇംഗ്ലീഷിൽ ഗോഡ് ബിക്കം മാൻ സോ ദാറ്റ് മാൻ മേ ബിക്കം ഗോഡ്. നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടെ നിന്ന് മനുഷ്യനായി. വിശുദ്ധ അത്തനാസ്യോസ്, അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ എറേനിയോസ്, സഭാപിതാക്കന്മാരാണ്. തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗവാക്കുകളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. 81 സെൻറ്റ് തോമസ് അക്വീനാസ് ഉണ്ടോ. അപ്പം ഇവിടെ നമ്മൾ സീറോ മലബാർ കുർബാനയിലൊരു പ്രാർത്ഥനയാണ്, അങ്ങയുടെ ദൈവത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം, ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. ഇതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഈ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്, വിശ്വാസ സത്യങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥം, വിശ്വാസത്തിൻ്റെ കൈമാറ്റം, വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റം, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വകുപ്പ്. വകുപ്പ് 2, ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റം. ഈ കൈമാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ ഈ സത്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസ സത്യങ്ങളും വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇനി അത് എന്താണ് ഈ സംഗ്രഹണം എന്ന് പറയണത്? അതാണ് ഇപ്പം ഈ പറഞ്ഞത്. വിശ്വാസ സംഗ്രഹണം എന്ന് പറഞ്ഞാൽ ഈ വചനവും ആ വചനമാകുന്ന ദൈവം മനുഷ്യനായി അവതരിച്ച് ആ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ 30 വർഷം, പിന്നെ 3 വർഷം, പിന്നെ 3 ദിവസം, അതിനുശേഷം ഉണ്ടാകുന്ന ആ സ്വർഗാരോഹണവും പന്തക്കുസ്തായും വീണ്ടും വരവിൻ്റെ മുന്നാസ്വാദനം വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. അത് അന്വേഷിപ്പിൻ, കണ്ടെത്തും. അത് നമ്മുടെ ആത്മാവിൽ ജ്വലിക്കുമ്പോൾ നമുക്ക് അതിൽ പറഞ്ഞിരിക്കണ പോലെയെല്ലാം നമ്മുടെ ജീവിതത്തെ നയിക്കും. ഞാനാണ് നിൻ്റെ ജീവൻ, ഞാനാണ് നിൻ്റെ വഴി, ഞാനാണ് വഴി, ഞാനാകുന്നു വഴി എന്നാ പറഞ്ഞത്. ഒരു വഴിയിലൂടെ പോകാനല്ല പറഞ്ഞത്, ഞാനാകുന്നു വഴി. അപ്പോൾ ആ വഴി നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ആ വചനത്തിൻ്റെ അർത്ഥം. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാനാകുന്നു. നമ്മളോടൊരു വഴിയിലൂടെ പോകാനല്ല പറയണേ, നമ്മൾ ഞാനാകുന്ന ആ ഈശോയുമായിട്ടൊന്നായാൽ ആ ഈശോ നമ്മുടെ വഴിയായി. ഹല്ലേലൂയ. വളരെ വലിയ രഹസ്യമാണിത്. ഉൾക്കൊള്ളാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ വിഷമിക്കരുത്, ഞാനിപ്പോൾ ഇതെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് നയിക്കണു എന്ന് പറഞ്ഞാൽ ഇതാണ്. പരിശുദ്ധാത്മാവ് നയിക്കണു എന്ന് പറയുന്നത് നിങ്ങളിൽ, നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഈ വളർച്ച തരുന്നതിൻ്റെ ഒരു വഴിയാണ് നമ്മളോട് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഫോക്കസ് വന്നിരിക്കണത് എന്താ? ഞാനാകുന്നു വഴി. നമ്മളതിനെ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് ഏതോ ഒരു വഴിയിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകണു എന്നുള്ള മാതിരിയാണ്. അങ്ങനെയല്ല, ഞാനാകുന്നു. 14-ാം അധ്യായത്തിലാണ് പറയണത്. യോഹന്നാൻ്റെ 14-ാം അധ്യായം എന്ന് പറഞ്ഞാൽ പീഡാസഹനം, മരണം, ഉയർപ്പിന് മുമ്പുള്ള ഈശോയുടെ
വിശുദ്ധ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഈശോ പറയുന്ന കാര്യമാണ്. ആ സംഗ്രഹമാണ് മുഴുവനും. ഞാൻ മരിച്ചുയർത്ത് മഹത്വീകരിക്കപ്പെട്ട എൻ്റെ അവസ്ഥ നിങ്ങളിൽ ഒന്നായി കഴിയുമ്പോൾ അതാണ് വഴി. നിങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ലയിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകും. പിന്നെ ഞാനാണ് കൊണ്ടുപോണത്. നിങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു നല്ലതല്ലാത്ത അർത്ഥമെന്ന് വിചാരിക്കരുത്. മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ മഹത്വമാണ്. നമ്മളിൽ മഹത്വം ഉണ്ടാകണമെങ്കിൽ, നമ്മൾ അനശ്വരമായ മഹത്വം നമ്മളിൽ ലയിക്കണമെങ്കിൽ, സൂക്ഷ്മം ദീപ്തം അക്ഷയം ലഘുത്വം നമ്മളിൽ ഉയരണമെങ്കിൽ നമ്മളുടെ നശ്വരമായവയെ മരിക്കണം. നശ്വരമായ ചിന്ത. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പാപത്തെയാണ് നോക്കുന്നത്. നോക്കിക്കോളൂ. പക്ഷേ പാപത്തേക്കാൾ വലുത് നമ്മുടെ നശ്വരതയാണ്. നമ്മളിലുള്ള നശ്വരനായ ആഗ്രഹങ്ങൾ. അതുപോലെ പാപമാറ്റണം. നമ്മൾ സുഖമായിട്ട് ഇത്തിരി കാശുണ്ടാക്കണം, നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണം. പാപമാറ്റണം അത്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് കുറേ ഏക്കർ സ്ഥലം മേടിക്കാൻ, അതിലെന്താ പാപം? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിന് വലിയ ഒരു മാളിക പണിയാൻ, അതിലെന്താ പാപം? ഇവിടെയാണ് മനുഷ്യനുണ്ടാകേണ്ട ജ്ഞാനം. അത് പാപത്തെക്കാളും ഭയാനകമായൊരവസ്ഥയാണ്. എന്താണ് ആ അവസ്ഥ? ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ കാണാതെ, അനശ്വരതയെ കാണാതെ, നശ്വരതയെ മാത്രം കണ്ടുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. അതിന് ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ മേടിക്കാൻ പോകുന്നു, ലക്ഷങ്ങൾ കൊടുത്ത് വേറെ രാജ്യത്ത് പോയി പഠിക്കുന്നു. അത് പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപയുടെ ജോലി കിട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് അവസാനം ആ പഠിത്തത്തിൽ തോറ്റുപോയി. എന്ത് ചെയ്യും? ബാങ്കിൽ കാശ് അടയ്ക്കാൻ വയ്യ, കരച്ചിലും ബഹളം. അവസാനം കുറേ വർഷങ്ങളെടുത്ത് പഠിച്ചു, അത് കഴിഞ്ഞ് ജോലി കിട്ടുന്നില്ല. മുഴുവനും പ്രശ്നമാണിപ്പോൾ. എന്താണ് ഈ കാശ് എങ്ങനെ അടയ്ക്കും? നശ്വരമായ ഈ സംഭവം എങ്ങനെ ചെയ്യും? അങ്ങനെ ഒരു കണക്കിന് ജോലി കിട്ടാൻ എന്തോ കാണിച്ച് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് വീട് പണിയാൻ വേണ്ടി ലോൺ. അല്ലെങ്കിൽ നമ്മളെ കൊക്കിലൊതുങ്ങുന്ന കാര്യമല്ല, കൊക്കിലൊതുങ്ങാത്ത വലിയ കാര്യങ്ങൾ. ഇതെല്ലാം വിമർശിക്കാൻ പറയുന്നതല്ല. ഇത് നമ്മൾ വിചാരിക്കണത് നമ്മൾ എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അടിച്ച് വലിയ ഇതൊക്കെ അടിച്ചു. പക്ഷെ ഇതിൻ്റെ സാരാംശത്തിൽ നമ്മൾ തിരസ്കരിക്കുന്നത് അനശ്വരതയും ദൈവത്തിൻ്റെ മഹത്വീകൃതമായ അവസ്ഥയും തിരസ്കരിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഏറ്റവും ശുഷ്കിച്ച അവസ്ഥയിൽ വന്ന് നശ്വരമായതിൻ്റെ പുറകെ നമ്മുടെ ജീവിതം മുഴുവനും വെച്ചു. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, അവയെ പറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി, പ്രത്യേകിച്ചും എവിടെയാണത്? ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി. ഞാനീ പറയുന്നത് എൻ്റെ 30 വർഷത്തെ ഈ നവീകരണ അനുഭവത്തിലെ അനുഭവമാണ്. 30 വർഷത്തെ ക്രിസ്തു അനുഭവം. വചനം എൻ്റെ ഹൃദയത്തിൽ നട്ടു മുളച്ചു വലുതായി. ആ 30 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. ആ നശ്വരമായതാണ് നമ്മളുടെ ഏറ്റവും വലിയ പാപം. അതാണ് ജെറമിയ 2:13 എൻ്റെ ജനം 2 പാപം ചെയ്തു. എന്താ ആദ്യം പറയുന്നത്? എ സിൻ ഓഫ് ഒമിഷൻ. ചെയ്ത പാപത്തെക്കുറിച്ചല്ല അവിടെ പറയണത്. എൻ്റെ ജനം 2 പാപം ചെയ്തു. എന്താണ്? എന്നെ അവർ തിരസ്കരിച്ചു. എന്നെ ആരാണ്?
ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ തിരസ്കരിച്ചു. അതാണ് പാപം. രണ്ടാമത്, ജലം നൽകാൻ പറ്റാത്ത എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവരുപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അതാണ് രണ്ടാമത്തെ പാപം. എന്താണ് ഈ പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ? ഈ വസ്തുവകകളിലും മനുഷ്യന് ദൈവത്തിൻ്റെ ഈ ജീവജലം നൽകാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി. അപ്പം ഇത് ആണ് കണ്ടോ, എന്താണ് ഈ പൊട്ടക്കിണർ? ജീവജലം നൽകാൻ സാധിക്കാത്ത വ്യർത്ഥമായ ജീവിത രീതി. അപ്പം ഇവിടെയാണ് വിശ്വാസത്തിൽ ഉണ്ടാവേണ്ട നവീകരണം. നമ്മൾ 10 കൽപ്പനകൾ, വല്ല വ്യഭിചാരം ചെയ്യരുത്, കളവ് മോഷ്ടിക്കരുത്, ഇതൊക്കെ അതാണ്. ആ യുവാവ് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കണത്? ദൈവം ഒരുവൻ മാത്രമല്ലേ നല്ലവനുള്ളൂ. അവന് മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം. ഈ നിൽക്കുന്ന ആള് ദൈവം തന്നെയാണെന്നും ഈ നിൽക്കുന്ന ആള് നിത്യജീവൻ തന്നെയാണെന്നും നീ അവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ പറഞ്ഞു, നിനക്കറിയാമല്ലോ, കൽപ്പനകൾ പാലിക്കണം. ഇന്ന കൽപ്പനകളും പറഞ്ഞിച്ചോ. അയ്യോ, അതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ടല്ലോ. കണ്ടോ? എന്നിട്ട് ഈശോ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഒരു ചെറിയ കുറവ് കൂടിയുണ്ട്. എന്താണത്? അതും കൂടി അങ്ങ് പറഞ്ഞു. അത് ഞാൻ അങ്ങ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, നിനക്കുള്ളതെല്ലാം കണ്ടോ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. എന്നെ എന്ന് പറഞ്ഞാൽ നിത്യജീവനെ. നിനക്കുള്ളതെല്ലാം വിറ്റ് അവൻ ചിന്തിക്കുകയാണ്, എനിക്കുള്ളതെല്ലാം വിൽക്കാൻ. അവന് വലിയ സമ്പത്തുണ്ടായിരുന്നു, അതെല്ലാം ഉപേക്ഷിക്കാനോ പറ്റണില്ല. കാരണം അവൻ്റെ ഹൃദയം അതിൽ കൊളത്തിക്കിടക്കുകയാണ്. അവൻ്റെ ഹൃദയം അതിൽ ആകർഷിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവേ അവനില്ല. ദൈവത്തെക്കുറിച്ച് അവൻ അറിയാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്യായിരിക്കാം. ഈശോ പറഞ്ഞത്, ലോകത്തിന് എന്നെ വെളിപ്പെടുത്തി കിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തുന്നു, ലോകത്തിനല്ല. അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആർഭാടത്തിലും ലൗകികതയിലും ധനസമ്പത്തിലും വലിയ സമ്പത്തുകളെല്ലാം ആകർഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് സാധ്യമല്ല. നമ്മുടെ എല്ലാ ഫോർമേഷനും, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് പഠനവും യൂണിവേഴ്സിറ്റി പഠനവും എല്ലാം വാസ്തവത്തിൽ ഈ നശ്വരമായതിനെ വെട്ടിപ്പിടിക്കാനുള്ള ഒരാവേശം നൽകുന്നതാണ്. എന്നാൽ അതിനേക്കാളും വലുതായ അനശ്വരമായ ഒരു സമ്പത്ത് നമുക്കുണ്ട്. അത് പഠിപ്പിക്കണ വേറെ സ്കൂൾ വേണം, വേറെ കോളേജ് വരണം. അതാണ് വേറെ കാര്യം. എന്നാൽ മാത്രമേ ഈ ലോകത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് വിശ്വാസ ഗ്രഹണത്തിൽ വളർച്ച. ഈ നമ്മളുടെ ഹൃദയം മുഴുവനും ലൗകിക സമ്പത്തിൻ്റെ പുറകെ. ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിനകത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് ടാറ്റ കമ്പനിയിൽ എനിക്കൊരു 10 ഷെയർ ഉണ്ടായിരുന്നു. 10 ഷെയർ. രാവിലെ പേപ്പർ വന്നാൽ നോക്കണത് എൻ്റെ ഷെയറിന് എന്ത് വിലയായി. വില കുറച്ചു, ആകെ മൂഡ് ഔട്ടായി. എന്തോ ഒരു വിഡ്ഢിയായിരുന്നു ഞാൻ.
ഇപ്പം എനിക്ക് അതൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റാൽ അല്ലെങ്കിൽ എൻ്റെ രാവും പകലും ഒന്നുമില്ല. ഇപ്പം എല്ലാം 24 hours കർത്താവ് തന്നെയാണ്. എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല എപ്പോഴാണ് എൻ്റെ രാവ്, എപ്പോഴാണ് എൻ്റെ പകല്. രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. വചനവും ഈശോയുടെ വചനം, ഈശോയുടെ പുനരുത്ഥാനത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. എനിക്കിനി ആ ഈശോയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ആ ഈശോ എന്നോട് എന്ത് പറയുന്നു? ഈശോ പറയുന്നത് ഇപ്പം ഇത് പറയും, അത് പറയണം. അപ്പം എനിക്കൊരു ഭാരവുമില്ല, ഞാൻ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈശോ പറയണത് ഞാൻ പറയണു. ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം, ഞാൻ അതുമായിട്ട് ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ആ പറയണത് പറയണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. തുടർന്നുള്ളതാണ് ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ്. അനുഭവത്തിൽ നിന്നുള്ള അറിവാണ് ഞാൻ ഈ പറയണത് പോയിട്ട്. അതേസമയത്ത് ഇതിൻ്റെ പ്രബോധനാത്മകമായതുമായിട്ട് ഒന്നിച്ചു പോകാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 66ാമത്തെ ഖണ്ഡിക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്, മുമ്പ് പഠിച്ചതുമാണ്. 2651 പ്രാർത്ഥനയെക്കുറിച്ചാണത്. 2651 പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് എളുപ്പം മനസ്സിലാവും. ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ആ 7 സംഭവം രക്ഷാകര, ഈശോയുടെ വചനം, പിതാവിനോടൊപ്പം ആയിരുന്ന പ്രപഞ്ച സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, മനുഷ്യാവതാരം, ഈശോയുടെ രഹസ്യ ജീവിതം, ഈശോയുടെ പരസ്യ ജീവിതം, ഈശോയുടെ പീഡാസഹനം, മരണവും, ഉത്ഥാനം, സ്വർഗാരോഹണം, പന്തക്കുസ്ത. ഈ 7 കാര്യങ്ങൾ. മലങ്കര കുർബാന ആരംഭിക്കുമ്പോൾ ഒരു ഗാനമുണ്ട്. ഒരു ഗാനം ഇങ്ങനെയാണ്: നാഥാ നിൻ ജനനം, സ്നാനം, പീഡ, ക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഈ യാഗത്തിൽ ഓർമ്മിച്ചിടുന്നു. ട്യൂൺ പോയി. അപ്പോൾ ഈ രക്ഷാകര സംഭവങ്ങളെല്ലാം എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആഘോഷിക്കുകയാണ്, എല്ലാ ദിവസവും. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ യഥാർത്ഥ കാതൽ. ആ ബോധ്യത്തോടുകൂടി നമുക്ക് കേൾക്കാം. രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ ധ്യാനത്തിലൂടെയും, ഇത് ധ്യാനിച്ച് ജീവിക്കുക, പഠനത്തിലൂടെയും അതിനെക്കുറിച്ച് പഠിക്കുക, അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ അനുഭവം. കണ്ടോ, അനുഭവം. ഇതിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ആ ഉയർപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അടഞ്ഞുകിടന്ന കഥകളുടെ ഇടയിൽ അവർ സ്വീകരിച്ച പോലെ നമ്മുടെ ഹൃദയത്തിൽ ആ കർത്താവിനെ സ്വീകരിക്കണം. അതാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും
ആഴമേറിയ. അപ്പോൾ നമ്മളൊരു വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളായാലും നമ്മുടെ വചനത്തിലെയും ഈ പഠനത്തിലെയും കാര്യങ്ങളായാലും അതിനെക്കുറിച്ച് കുറച്ച് സമയം ധ്യാനിക്കണം. നമ്മൾ ധ്യാന വിഷയമാക്കണം. അതിനെ മനസ്സിൽ ചിന്തിച്ച് ആത്മാവിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം എന്താ, അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അർത്ഥം എനിക്ക് ഗ്രഹിക്കാനുണ്ടോ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ. എന്നിട്ട് വീണ്ടും ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, ആ അധ്യായം മുഴുവനും വായിക്കുക. ആ അധ്യായം ഏത് ആ അധ്യായത്തിൻ്റെ മുൻപും പിൻപുമുള്ള അധ്യായങ്ങൾ എന്താണ്? ഇപ്പോൾ യോഹന്നാൻ 14 അധ്യായം, അതിന് മുൻപ് കാലുകഴുകൽ, കുർബാന സ്ഥാപനം, അതുപോലെ തന്നെ പുതിയ നിയമസ്ഥാപനം. എന്താ പുതിയ നിയമം? ഇനി ഒറ്റ നിയമമേ ഉള്ളൂ. എന്താണ്? ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുക. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത അധ്യായം വരുന്നത്. ആ അധ്യായത്തെ അതിൽ നിന്നും വേർപെടുത്തി നമ്മൾക്ക് മാറ്റി നിർത്തി വായിക്കാൻ പറ്റില്ല. ഇത് ഈശോയുടെ പീഠാനുഭവത്തിന് മുൻപ് ഈശോ പറഞ്ഞിരിക്കുന്ന ഈശോയുടെ അന്ത്യവചസ്സുകളാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാണ്ട് അതിൽ പറഞ്ഞിരിക്കണ ഒരു വചനത്തെ മാത്രം ചിന്തിച്ചാൽ പോരാ, അതിൻ്റെ മുൻപും പിൻപും. അതാണ് രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങൾ. ആ രക്ഷാകര പദ്ധതിയുടെ ടോട്ടാലിറ്റി നഷ്ടപ്പെടരുത്. ആ ടോട്ടാലിറ്റിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആ പൂർണ്ണതയെ, ആ രക്ഷാകര പദ്ധതിയെ മുഴുവനും നമ്മളിൽ കണ്ടുകൊണ്ട് ആ ഒരു ഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ദൈവമേ ഈ രക്ഷാകര പദ്ധതിയിൽ ഉടനീളം പ്രവർത്തിച്ച ആ പരിശുദ്ധാരൂപി, ആ റുവാദ കുരിശ നമ്മുടെ ആത്മാവിലുണ്ട്. അത് നമ്മുടെ ആത്മാവിൽ വലിയ വലിയ ഉൾക്കാഴ്ച, അതാണ് യഥാർത്ഥങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും വിശ്വാസ പൈതൃകം രൂപം കൊള്ളുകയും, അതാണ് വിശ്വാസ പൈതൃകം. നമ്മൾ ഈ ലോകത്തിൽ എന്തോ ചെയ്യാനുണ്ട്, നമ്മൾ ഈ തലമുറകളിൽ എന്തോ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ തലമുറ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കാതെ കടന്നു പോകരുത്. നമ്മുടെ ഈ തലമുറ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവും ഭൂമിയും പൈസയും സമ്പാദിച്ച് വയ്ക്കാനല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ല. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റുന്നത്. ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ ബ്രദറെ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര സമാധാനം, എൻ്റെ ഭർത്താവിന് യാതൊരു ദുസ്വഭാവവും ഇല്ല, നല്ല മനുഷ്യനാണ്, പ്രാർത്ഥിക്കണതിനൊന്നും തടസ്സമില്ല, എനിക്കെന്തോ നമുക്ക് ചെയ്യാൻ പ്രാർത്ഥിക്കണമെന്നൊന്നും തടസ്സം. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു പരിധി വിട്ട് ഒന്നും വേണ്ട, പൈസയുടെ കാര്യത്തിൽ അതിലെല്ലാം ഒരുമിച്ച് കൂട്ടുകയാണ് എന്തിനോ വേണ്ടിയിട്ട്. എന്നാൽ ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് എന്തെങ്കിലും ഒരു പൈസ കൊടുക്കണ കാര്യം പറയുമ്പോൾ ആളുടെ സ്വഭാവം മാറും. അതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല, കർത്താവേ നിൻ്റെ ഇഷ്ടംമാതിരി ചെയ്യ്, എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റെയാണ്, ഞാൻ കഷ്ടപ്പെടുത്ത എല്ലാം അങ്ങയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇതൊക്കെ കൂട്ടി വയ്ക്കുന്നുണ്ട്. എന്തിനാ? അറിഞ്ഞുകൂടാ. സമാധാനം ഉണ്ടാവട്ടെ എന്ന് അയച്ചോട്ട് ഞാനൊന്നും മിണ്ടാറില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തിനാ കൂട്ടി വയ്ക്കണേ? അപ്പോൾ വിശ്വാസം കൂട്ടി വയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണതിലാണ് അർത്ഥം. നമ്മുടെ സമ്പത്തും നശ്വരമായ വസ്തുക്കളും കൂട്ടി വയ്ക്കുന്നത് ഭോഷത്വമാണ്. ഈ ഒറ്റ കാര്യത്തിലാണ് ഈശോ ഭോഷനായ മനുഷ്യ എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 12:15 പറയുന്നുണ്ട്. അതിനുശേഷമാണെന്ന് തോന്നുന്നു പറയുന്നത്, ഭോഷമായ മനുഷ്യ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ വിളിക്കുകയാണെങ്കിൽ നീ കൂട്ടിവെച്ചതെല്ലാം എവിടെ പോകും എന്ന് പറയുന്നത്. ഭോഷനായ മനുഷ്യ. 12:15 ലൂക്ക 12:15 പറയുന്നത് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല സമൃദ്ധമാകുന്നത്. ആ വചനം എന്ന് പറഞ്ഞ് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല. ഓക്കെ. അപ്പോൾ അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും വിശ്വാസ പൈതൃകം രൂപം കൊള്ളുകയും വളരുകയും
ചെയ്യുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് ക്രൈസ്തവ പ്രാർത്ഥനാ പാരമ്പര്യം. നമ്മുടെ പ്രാർത്ഥനാ പാരമ്പര്യം. അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എങ്കിലും അവർക്ക് അനുഭവവേദ്യമാവുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ച കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഇപ്പം നമ്മളെ മാതാപിതാക്കൾ തന്നെ ഈ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ പിള്ളേരെ എന്ത് പഠിപ്പിച്ചാലും ഒരു പ്രയോജനമില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം അവരോട് എടാ പ്രാർത്ഥിക്കടാ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ പറഞ്ഞാലും അപ്പോൾ അപ്പം നമ്മുടെ ക്രിസ്ത്യാനികളുടെ തന്നെ ക്രിസ്തു മാമോദീസ സ്വീകരിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മളുടെ മനസ്സും ഉൾക്കാഴ്ചയിലെയും അവസ്ഥയിൽ ഈ വചനം വെച്ചുകൊണ്ടൊന്ന് നോക്കൂ. ഈ വചനം മാംസമായിട്ടുണ്ടോ? താങ്ക് യു ജീസസ്.